പ്രതിരോധ ശേഷിയെ പിന്തുണയ്ക്കുന്നതിനായി വ്യാപാരം വൈവിധ്യവൽക്കരിക്കുന്നതിനും ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള കൂടുതൽ തയ്യാറെടുപ്പിലാണ് ഇന്ത്യയും കാനഡയും. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാര വൈവിധ്യവൽക്കരണത്തെക്കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്തതായി കനേഡിയൻ സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ്താവന തിങ്കളാഴ്ച അറിയിച്ചിട്ടുണ്ട്. 2025 സെപ്റ്റംബറിന് ശേഷം മന്ത്രിമാർ തമ്മിലുള്ള 5ാമത്തെ കൂടിക്കാഴ്ചയാണിതെന്ന് പ്രസ്താവന എടുത്തു കാണിച്ചു. കാനഡ ഇന്ത്യ ബന്ധത്തിൽ വളർന്നുവരുന്ന ആക്കം 75 വർഷത്തിലേറെ പഴക്കമുള്ള നയതന്ത്ര ബന്ധങ്ങളുടെയും ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെയും പ്രതിഫലനമാണിത്. ഊർജം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവയുൾപ്പെടെ നിരവധി മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് മന്ത്രിമാർ ചർച്ച ചെയ്തു. 2025 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച കാനഡ ഇന്ത്യ ബന്ധങ്ങൾക്കായുള്ള സംയുക്ത റോഡ് മാപ്പിൽ കൈവരിച്ച കാര്യമായ പുരോഗതി മന്ത്രിമാർ അടിവരയിട്ടതായി പ്രസ്താവനയിൽ പറഞ്ഞു. റോഡ് മാപ്പ് മുൻഗണനകൾ നടപ്പിലാക്കുന്നതിലൂടെയും സാമ്പത്തിക പ്രതിരോധ ശേഷിയും സ്ഥിരതയും നിലനിർത്തുന്നതിനായി കാനഡ ഇന്ത്യ വ്യാപാരം വികസിപ്പിക്കുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള പ്രതിബദ്ധത അവർ ഊന്നി പറഞ്ഞു. കാനഡയുടെ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രാധാന്യം കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് അടിവരയിട്ടു. ലോകത്തിലെ ഏറ്റവും ചലനാത്മകവും വളരുന്നതുമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായതിനാൽ കാനഡയുടെ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രാധാന്യം മന്ത്രി ആനന്ദ് ചൂണ്ടിക്കാട്ടി. ഇരു രാജ്യങ്ങളുടെയും ബിസിനസ്സുകൾ, വ്യവസായങ്ങൾ, തൊഴിലാളികൾ എന്നിവർക്ക് പങ്കിട്ട സാങ്കേതിക നേട്ടങ്ങളും സുപ്രധാന പങ്കാളിത്ത അവസരങ്ങളും മന്ത്രിമാർ സ്ഥിരീകരിച്ചു. എക്സിലെ ഒരു പോസ്റ്റിൽ ന്യൂഡൽഹിയും ഒട്ടാവയും തമ്മിലുള്ള ബന്ധത്തിലെ സ്ഥിരമായ പുരോഗതി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എടുത്തു പറഞ്ഞു. കാനഡയിലെ ധനമന്ത്രി അനിത ആനന്ദുമായി ഇരുന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായിരുന്നു. ഇന്ത്യ കാനഡ ബന്ധങ്ങൾ സ്ഥിരമായ പുരോഗതി തുടരുന്നു. ക്രിയാത്മകമായ ഇടപെടലുകൾക്ക് കാനഡ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് എക്സിലെ ഒരു പോസ്റ്റിൽ എടുത്തു പറഞ്ഞു. ഇന്ത്യയിൽ ശ്രമങ്ങൾ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി കാർണിക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ച. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ന്യൂഡൽഹിയും ഒട്ടാവയും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ള വിള്ളലുകൾക്കിടയിലും നിലവിലെ സ്ഥിതി വളരെ മികച്ചതാണെന്ന് കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക് നേരത്തെ പറഞ്ഞിരുന്നു. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി കനേഡിയൻ ഫിനാൻഷ്യൽ പോസ്റ്റിനോട് സംസാരിക്കവേ പട്നായിക് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇരു രാജ്യങ്ങളും മേഖലകളിലുടനീളം പൊതുവായ മൂല്യങ്ങൾ പങ്കിടുന്നുണ്ടെന്നും ചെറിയ അസ്വസ്ഥതകൾ ബന്ധത്തെ ബാധിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനാൽ ഹൈക്കമ്മീഷണർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ഫെബ്രുവരി അവസാനത്തോടെയോ മാർച്ച് ആദ്യത്തോടെയോ ചർച്ചകൾ ആരംഭിക്കുമെന്ന് പറയുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.